ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആന്റിവെനം തന്നെയാണ്. അതെ അതെ, ഇതിന് ഉള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് ആന്റിവെനമാണ്. വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ ആന്റിവെനം തന്നെ. അതെ, അതിന്റെ ലഭ്യത അതിപ്പോൾ നമ്മൾ കേരളത്തിൽ ആന്റിവെനം ഉൽപ്പാദിപ്പിക്കുന്നില്ല, നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വെനം ശേഖരിച്ചിട്ട് നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് കൊടുത്തിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിവെനമാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ലഭ്യത എങ്ങനെയാണ്? നമുക്ക് ലഭ്യതയെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ ആൻറ്റിവെനം ലഭ്യതയുണ്ട്. കാര്യക്ഷമമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. 4 ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്കാണ് ആൻറ്റിവെനം നമുക്ക് അവൈലബിൾ ഉള്ളൂ. ആ 4 ഇനത്തിനെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള ലഭ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആൻറ്റിവെനം അവൈലബിൾ അല്ലാത്ത ചില സ്പീഷീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഹംപ്നോസ്ഡ് പിറ്റ്വൈപ്പർ എന്ന് പറയും. അത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു സിനാറിയോയിൽ അത് ഒരു അപകടകാരി അല്ല. പക്ഷേ എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപകടകാരിയാണ് താനും. കാരണം അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ ഗാർഡ്സ് മാത്രമാണ്. സൗത്ത് വെസ്റ്റേൺ ഗാർഡ്സിൽ തന്നെ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് ആ ഭാഗങ്ങളിലൊക്കെ ഇതിനെ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ജനവാസം കുറവായിരിക്കും. കർണാടകയിൽ പച്ചപ്പ് കൂടുതലുള്ള വനമാണെങ്കിൽ പോലും അത് ഈ വനപ്രദേശം തന്നെ ആയിരിക്കും. തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വരണ്ട പ്രദേശമായത് കാരണം ഇത് വരണ്ട പ്രദേശത്ത് അങ്ങനെ കാണപ്പെടുത്തുമില്ല. എന്നാൽ കേരളത്തിൽ നമ്മുടെ മലയോര വനപ്രദേശത്തോട് ചേർന്ന് തന്നെ കൃഷിയിടങ്ങൾ ഒരുപാടുണ്ട്, നല്ല പച്ചപ്പുള്ള ജനവാസ മേഖലകളുണ്ട്. അപ്പോൾ അവിടെ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ കൃഷി പണിക്കൊക്കെ വേണ്ടി പോകുന്ന ആൾക്കാർ ഇതിൻ്റെ കടിയേൽക്കുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇതിന് ആൻറ്റിവെനം അവൈലബിൾ അല്ലെങ്കിൽ പോലും ഇതൊരു അത്ര കണ്ട അപകടകാരിയല്ല. അതായത് ഒരു ആരോഗ്യമുള്ള മുതിർന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ച് ഇതിൻ്റെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫാറ്റലാവത്തില്ല. പക്ഷേ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുറച്ച് പ്രായാധിക്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപകടകാരിയാണ്. പക്ഷേ ഇതിന് മറ്റ് തരത്തിലുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. കിങ് കോബ്രയെ സംബന്ധിച്ച് അതിനും നമുക്ക് ആൻറ്റിവെനം ഇല്ല, പക്ഷേ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. കിങ് കോബ്ര സാധാരണഗതിയിൽ പ്രകോപിതനാവുകയോ അല്ലെങ്കിൽ ആൾക്കാരെ കടിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബൈറ്റിൻ്റെ സാഹചര്യം വളരെ വളരെ കുറവാണ്. നിലവിൽ ആൻറ്റിവെനത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സപ്ലൈ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിരുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? അത് കേരളത്തിൽ നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പാമ്പുകളുടെ വിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോമ്പോസിഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കാണുന്ന അണലിയുടെ വിഷം അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ വലുപ്പത്തിലുള്ള ഒരു അണലി എറണാകുളം ജില്ലയിൽ അതിൻ്റെ ഒരു വെനം കോമ്പോസിഷൻ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. സെയിം അണലി തന്നെ ചെന്നൈയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെനം കോമ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കും. പ്രായത്തിനനുസരിച്ച് ഇത് മാറും, കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് മാറും. മഴക്കാലത്തെ വെനം കോമ്പോസിഷൻ ആയിരിക്കത്തില്ല വേനൽക്കാലത്ത്, അതായിരിക്കില്ല മഞ്ഞുകാലത്ത്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം റീജിയണലി നമ്മൾ കളക്ട് ചെയ്യുന്ന വെനമാണ് ഏറ്റവും എഫക്റ്റീവ് എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് തന്നെ പാമ്പുകളുടെ വിഷം ശേഖരിച്ചിട്ട് കേരളത്തിൽ തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ആൻറ്റിവെനം നിർമ്മിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചത്. പക്ഷെ അത് ഒരു ഹ്യൂജ് കോസ്റ്റ് ഇൻവോൾവ് ആകുന്ന തരത്തിലുള്ളൊരു സംഗതിയാണ്. നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ വേണം, അതിനുള്ള ഒരു സ്ഥാപനം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. കുതിരകളെ നമ്മൾ വാങ്ങി പരിപാലിക്കേണ്ടി വരും. 200ഓളം കുതിരകളെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഹ്യൂജ് കോസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ നിന്നുള്ള ആ ഉൽപ്പന്നം വിറ്റഴിച്ചിട്ട് നമുക്ക് എക്കണോമിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല നമുക്കിപ്പോൾ നിലവിൽ ചെന്നൈയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെനം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആൻറ്റിവെനം കേരളത്തിൽ എഫക്റ്റീവാണ്. ഇനിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഹംപ്നോസ്ഡ് പിറ്റ്വൈപ്പറിന് ആൻറ്റിവെനം ഇല്ല എന്നുള്ളതാണ്. അത് വനം വകുപ്പ് മുമ്പ് തന്നെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കുകയും IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ അവിടെ എവല്യൂഷണറി വെനമിക്സ് ലാബ് ഡോക്ടർ കാർത്തിക് സുനഗറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം സ്നേക് വെനത്തിനെ പറ്റിയിട്ട് വർഷങ്ങളായിട്ട് അവർ റിസർച്ച് നടത്തുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹംപ്നോസ്ഡ് പിറ്റ്വൈപ്പറിൻ്റെ ആൻറ്റിവെനം അല്ലെങ്കിൽ പലതരം പിറ്റ്വൈപ്പേഴ്സിൻ്റെ പോളിവാലൻ്റ് ആൻറ്റിവെനം അത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നമ്മൾ കുറേ ഒരു 2 വർഷത്തിലധികമായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പാമ്പിൻ വിഷം പ്രധാനമായും ആൻറ്റിവെനം 2 തരമാണ്. മോണോവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറയും, 2 പോളിവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറയും. നമുക്കിവിടെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ആൻറ്റിവെനം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആൻറ്റിവെനമാണ്. അതായത് പോളിവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവായി ഉപയോഗിക്കാവുന്ന ആൻറ്റിവെനമാണത്. അത് ഈ 4 ഇനത്തിൽപ്പെട്ട പാമ്പിൻ്റെ കടിയേറ്റാലും ആ ഒരൊറ്റ ആൻറ്റിവെനം തന്നെയാണ് അതിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. മോണോവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറഞ്ഞാൽ ഇപ്പം മൂർഖൻ്റെ കടിയേറ്റു, അതിനെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന
സിംഗിൾ പർപ്പസ് അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മോണോവാലന്റ് ആന്റിവെനം. അണലിയുടെ കടിയേറ്റു, അതിനെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അണലിയുടെ മോണോവാലന്റ് ആന്റിവെനം. ഇപ്പം നമ്മൾ ഹംബ്നോസ്റ്റ് പിറ്റ് വൈപ്പറിന്റെ മോണോവാലന്റ് ആന്റിവെനത്തെക്കാൾ ഉപരി പലതരം പിറ്റ് വൈപ്പേഴ്സ് നമുക്കുണ്ട്. പലതും ഹൈലി വെനമസ് കാറ്റഗറിയിൽ വരുന്നില്ലെങ്കിൽ പോലും അപകടകാരികളാണ്. അപ്പോൾ അതിൻ്റെ കടിയേൽക്കാൻ സാധ്യതയുള്ള പിറ്റ് വൈപ്പേഴ്സിൻ്റെ ഒരു പോളിവാലന്റ് ആന്റിവെനം നിർമ്മാണത്തിനുള്ള ശ്രമങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്.